ഫ്രഞ്ച് തെരുവുകളുടെ ഭംഗിയും കടൽക്കാറ്റും പിന്നെ നല്ല നാടൻ ഭക്ഷണവും ഇന്ത്യയിലാണോ അതോ ഫ്രാൻസിലാണോ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സ്ഥലം. അതാണ് നമ്മുടെ പോണ്ടിച്ചേരി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ മനോഹര നഗരത്തിലൂടെ ഒരു യാത്ര പോവുകയാണ്. വെൽക്കം ടു മൈ ചാനൽ. കുറഞ്ഞ ബജറ്റിൽ അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണോ എങ്കിൽ പോണ്ടിച്ചേരിയേക്കാൾ നല്ലൊരു ഓപ്ഷൻ വേറെയില്ല. ഇവിടുത്തെ ബീച്ചുകൾ, ഒറോവിൽ, പിന്നെ വൈറ്റ് ടൗണിലെ ആ മഞ്ഞച്ചായം പൂശിയ വീടുകൾ, ഇതെല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ സാധിക്കും. പോണ്ടിച്ചേരിയിൽ എത്തിയ സമയത്ത് ഞങ്ങൾ താമസിച്ചിരുന്ന വ്യത്യസ്തമായ ഒരു സ്റ്റേക്കേഷനാണിത്. ഈ വ്ലോഗിൽ ഞങ്ങൾ കാണിക്കുന്നത് ഞങ്ങൾ താമസിച്ച പോണ്ടിച്ചേരിയിലെ പാനിസം യോഗ സ്കൂളിലാണ്. തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞ് കുറച്ചുനേരം സമാധാനമായി ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു ഇടമാണിത്. അവിടുത്തെ മനോഹരമായ നീല കെട്ടിടവും ശാന്തമായ അന്തരീക്ഷവും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ഒറോവിൽ മാതൃമന്ദിർ കാണാനുള്ള യാത്രയിലാണ്. പോണ്ടിച്ചേരി യാത്രയിൽ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരിടമാണ് ഒറോവിൽ. മനസ്സിന് ശാന്തിയും സമാധാനവും നൽകുന്ന ഒരു പ്രത്യേക ലോകമാണിതെന്ന് പറയാം. ഇപ്പോൾ ബസ് ഇറങ്ങി കുറച്ച് ദൂരം ഇങ്ങനെ നടന്നു പോയിട്ട് വേണം അവിടെ എത്താൻ. ഒരുപാട് വിനോദസഞ്ചാരികൾ ഈ സ്ഥലം കാണാനായി വന്നു ചേരുന്നുണ്ടായിരുന്നു.
ഇതാ ദൂരെ കാണുന്നതാണ് ഒറോവിലിൻ്റെ ഹൃദയഭാഗമായ മാതൃമന്ദിർ. വേലിൽ തിളങ്ങി നിൽക്കുന്ന ആ വലിയ സ്വർണ്ണഗോളം നേരിട്ട് കാണുമ്പോൾ ലഭിക്കുന്ന അനുഭവം ഒന്ന് വേറെ തന്നെയാണ്. ഐക്യത്തിൻ്റെ അല്ലെങ്കിൽ യൂണിറ്റിയുടെ പ്രതീകമായിട്ടാണ് ഈ അത്ഭുത നിർമ്മിതിയെ കണക്കാക്കുന്നത്. ചുറ്റുമുള്ള പച്ചപ്പും പ്രശാന്തമായ അന്തരീക്ഷവും നമ്മെ മറ്റൊരു ലോകത്തിലേക്ക് എത്തിക്കും. നിങ്ങൾ പോണ്ടിച്ചേരിയിൽ വരുന്നുണ്ടെങ്കിൽ ഈ ഗോൾഡൻ ഗ്ലോബിൻ്റെ ഭംഗി ആസ്വദിക്കാൻ കുറച്ചു സമയം മാറ്റിവെക്കാൻ മറക്കരുത്. മാതൃമന്ദിറിനൊപ്പം തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു അത്ഭുതമാണ് ഈ കാണുന്ന കൂറ്റൻ ആൽമരം. 100-ലധികം വർഷം പഴക്കമുള്ള ഈ മരം കേവലം ഒരു മരം മാത്രമല്ല. 1968 ഒറോവിൽ സ്ഥാപിക്കുമ്പോൾ ഈ പ്രദേശം വെറും ഒരു തരിശു ഭൂമിയായിരുന്നു. അന്ന് അവിടെയുണ്ടായിരുന്ന ഏക മരമായിരുന്നു ഇത് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നഗരത്തിൻ്റെ കേന്ദ്രമായി ദി മദർ ഈ മരത്തെ തിരഞ്ഞെടുത്തു. ഏകദേശം 50 മീറ്ററോളം വിസ്തൃതിയിൽ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഈ മരത്തിൻ്റെ വേരുകൾ കാണുമ്പോൾ പ്രകൃതിയുടെ ഒരു വലിയ കുടയ്ക്ക് താഴെ നിൽക്കുന്നത് പോലെ തോന്നും. ഇതിനു ചുറ്റുമുള്ള ശാന്തത വാക്കുകൾക്ക് അപ്പുറമാണ്. മനസ്സിന് സമാധാനം ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ ഒരു സ്വർഗം ആണെന്ന് പറയപ്പെടുന്നു. ഈ പനിസം ലിവിങ്ങിൽ ഒരു ദിവസം താമസിച്ചതിന് ശേഷം അടുത്ത ദിവസം ഞങ്ങൾ താമസം ഇവിടെ നിന്നും പോണ്ടിച്ചേരി സിറ്റിയിലേക്ക് മാറുകയാണ്. പോണ്ടിച്ചേരി സിറ്റിയിലേക്ക് പോകാൻ ഞങ്ങൾ അവിടെ നിന്നും ഒരു ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്. അപ്പോൾ സ്കൂട്ടർ എല്ലാം അറിയുന്നവർക്ക് അവിടെ വാടകയ്ക്ക് സ്കൂട്ടർ കിട്ടുന്നതാണ്. ഒരു ദിവസത്തേക്ക് റെൻറ്റ് 500 രൂപയാണ്. അപ്പോൾ സ്കൂട്ടർ വാടകയ്ക്ക് എടുത്താണ് അവിടെ വിനോദസഞ്ചാരികൾ കൂടുതലും സ്ഥലങ്ങൾ കാണാനായി പോകുന്നത്. അപ്പോൾ ഞങ്ങൾ 3 പേരുള്ളത് കൊണ്ട് ഞങ്ങൾ സ്കൂട്ടറിലല്ല, ഞങ്ങൾ ഒരു ഓട്ടോറിക്ഷയിലാണ് താമസ സ്ഥലത്തേക്ക് യാത്ര പുറപ്പെട്ടത്. പുതുച്ചേരിയിലെ ഫ്രഞ്ച് കോളനിയാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത്. ഇവിടുത്തെ കെട്ടിടങ്ങൾ ഫ്രഞ്ച് കൊളോണിയൽ ശൈലിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഉയരമുള്ള ജനാലകളും വലിയ മുറ്റങ്ങളും മനോഹരമായ കവാടങ്ങളും ഇതിൻ്റെ പ്രത്യേകതയാണ്. ഭൂരിഭാഗം കെട്ടിടങ്ങളും മഞ്ഞ അല്ലെങ്കിൽ വെളുപ്പ് നിറങ്ങളിലാണ് പെയിൻറ് ചെയ്തിരിക്കുന്നത്. ഇത് തെരുവുകൾക്ക് ഒരു പ്രത്യേക ഭംഗി നൽകുന്നു. തെരുവുകൾ വളരെ കൃത്യമായ പ്ലാനിങ്ങോടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ലംബമായും തിരശ്ചീനമായും മുറിച്ചു കടക്കുന്ന തെരുവുകൾക്ക് ഇന്നും ഫ്രഞ്ച് പേരുകൾ തന്നെ കാണാം. തെരുവുകളുടെ ഇരുവശവും മനോഹരമായ മരങ്ങളും പൂത്തു നിൽക്കുന്ന ബോഗൺ വില്ലകളും ചെടികളും കാണാവുന്നതാണ്. ഫ്രഞ്ച് വിഭവങ്ങൾ ലഭിക്കുന്ന
നിരവധി കഫേകളും ബേക്കറികളും ഇവിടെയുണ്ട്. ക്രോസൻറ്റ്, ബാഗറ്റ് തുടങ്ങിയ വിഭവങ്ങൾ ഇവിടെ പ്രശസ്തമാണ്. സൈക്കിളിലോ സ്കൂട്ടറിലോ ഈ പ്രദേശം ചുറ്റിക്കാണുന്നതാണ് ഏറ്റവും അനുയോജ്യം. ചിത്രങ്ങൾക്കും വീഡിയോകൾക്കും എടുക്കാൻ വേണ്ടി ഒരുപാട് വിദേശികൾ ഇവിടെ എത്തുന്നുണ്ട്. ഈ ഫ്രഞ്ച് കോളനിയുടെ കവാടങ്ങളിൽ നിന്ന് ഒരുപാട് ടൂറിസ്റ്റുകൾ വീഡിയോയും അതുപോലെ തന്നെ ഫോട്ടോസും എടുത്ത് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ റീൽസ് ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അവിടുത്തെ ഒരു കഫേയിലാണ് ഞങ്ങൾ കയറിയിരിക്കുന്നത്. അവിടുത്തെ ഒരു കഫേയിലാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി എത്തിയിരുന്നത്. അതിൻ്റെ ഉൾവശം കാണാൻ വളരെ മനോഹരമായിരുന്നു. ഫ്രഞ്ച് കാലത്തെ ഫർണിച്ചറും അതുപോലെ തന്നെ ലൈറ്റുകളും എല്ലാം ക്രമീകരിച്ചിരിക്കുന്നു. ഒരുപാട് ആളുകൾ ഇവിടെ കഫേയിൽ ദിവസവും എത്തുന്നുണ്ട്. അതിൻ്റെ പുറംഭാഗത്തും ഒരുപാട് സ്പേസ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. വളരെ മനോഹാരിത നിറഞ്ഞ ഒരു പ്രദേശം തന്നെയായിരുന്നു ഇത്. പോണ്ടിച്ചേരി ടൗണിലെത്തിയതിന് ശേഷം ഞങ്ങൾ താമസത്തിനായി ലാപ്പോട്ടെ സ്റ്റേക്കേഷനാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഒരു ദിവസം താമസിച്ചിരുന്നു.
വൈകുന്നേരം ഏകദേശം 5 മണിയായപ്പോൾ പുതുച്ചേരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലാൻഡ്മാർക്കുകളിൽ ഒന്നായ റോക്ക് ബീച്ചിലാണ് ഞങ്ങൾ എത്തിയത്. ഏകദേശം 1.2 കിലോമീറ്റർ നീളത്തിൽ കടലിന് സമാന്തരമായി നിർമ്മിച്ചിട്ടുള്ള നടപ്പാതയാണിത്. വൈകുന്നേരങ്ങളിൽ ഇവിടെ വാഹനങ്ങൾക്ക് പ്രവേശനമില്ലാത്തതിനാൽ ശാന്തമായി നടക്കാൻ അനുയോജ്യമായ ഒരു സ്ഥലമാണിത്. സാധാരണ കടൽ തീരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മണൽ വിരിച്ച തീരത്തിന് പകരം കറുത്ത വലിയ പാറക്കൂട്ടങ്ങൾ നിരത്തിയിട്ടതാണ് ഈ ബീച്ചിൻ്റെ പ്രത്യേകത. പാറക്കൂട്ടങ്ങൾ കടൽക്ഷോഭം തടയാനായി സ്ഥാപിച്ചിട്ടുള്ള ഈ വലിയ പാറക്കൂട്ടങ്ങളിൽ ഇരുന്നു കൊണ്ട് കടൽ തിരമാലകൾ ആസ്വദിക്കുന്നത് സന്ദർശകർക്ക് ഒരു പ്രത്യേക അനുഭവമാണ്. മഹാത്മാഗാന്ധി പ്രതിമ, ഫ്രഞ്ച് യുദ്ധ സ്മാരകം, പഴയ ലൈറ്റ് ഹൗസ് എന്നിവ എല്ലാം ഈ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. അതിരാവിലെ വ്യായാമം ചെയ്യുന്നവർക്കും വൈകുന്നേരങ്ങളിൽ സുഹൃത്തുക്കളോടും കുടുംബത്തോടും ഒപ്പം സമയം ചെലവഴിക്കാൻ എത്തുന്നവർക്കും ഇത് പ്രിയപ്പെട്ട ഒരിടമാണ്. രാത്രികാലങ്ങളിൽ ഇവിടെ വളരെ സജീവമായിരിക്കും. സന്ദർശകർക്കുള്ള നിർദ്ദേശങ്ങൾ അവിടെ എഴുതി വച്ചിരിക്കുന്നത് ഏറ്റവും അനുയോജ്യമായ സമയം സൂര്യോദയ സമയത്തോ അല്ലെങ്കിൽ വൈകുന്നേരം 6 മണിക്ക് ശേഷമോ സന്ദർശിക്കുന്നത് നന്നായിരിക്കും എന്നാണ്. ശക്തമായ അടിയൊഴുക്കും പാറക്കൂട്ടങ്ങളും ഉള്ളതിനാൽ ഇവിടെ കടലിൽ ഇറങ്ങുന്നതോ കുളിക്കുന്നതോ അപകടകരമാണെന്ന് എഴുതി വച്ചിട്ടുണ്ട്. സമീപത്തുള്ള വൈറ്റ് ടൗണിലെ ഫ്രഞ്ച് കോളനികൾ ഇതിന് തൊട്ടടുത്ത് തന്നെയാണ്. മനോഹരമായ ഒരു കോളനിയാണ് അത്. അതിൻ്റെ ആ കളറും എല്ലാം കാണുമ്പോൾ നമ്മൾക്ക് ഫ്രഞ്ച് നഗരത്തിൽ തന്നെ എത്തിയ ഒരു പ്രതീതിയാണ് അനുഭവപ്പെടുക. ഇപ്പോൾ നമ്മൾ ചിത്രത്തിൽ കാണുന്നത് പുതുച്ചേരിയുടെ പഴയ ലൈറ്റ് ഹൗസ് ആണ്. നോക്കൂ, രാത്രിയിൽ എത്ര മനോഹരമായിട്ടാണ് ഇത് ഒരുങ്ങി നിൽക്കുന്നത്. ഇത് നമ്മൾ കാണുന്ന പഴയ ലൈറ്റ് ഹൗസിന് ഒരു പ്രത്യേകതയുണ്ട്. പണ്ടിവിടെ വെളിച്ചത്തിനായി എണ്ണ വിളക്കുകളും റിഫ്ലക്ടറുകളുമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. എന്നാൽ കാലം മാറിയപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം നിർത്തുകയും ഇപ്പോൾ ഇതൊരു പൈതൃക സ്മാരകമായി സംരക്ഷിച്ചു പോരുകയും ചെയ്യുന്നു. രാത്രിയായാൽ ഈ ലൈറ്റ് ഹൗസ് പല നിറങ്ങളിലുള്ള LED ലൈറ്റുകൾ കൊണ്ട് തിളങ്ങും. ഫോട്ടോ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതിലും നല്ലൊരു സ്പോട്ട് വേറെയില്ല. റോക്ക് ബീച്ചിലെ ഗാന്ധി പ്രതിമയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പോണ്ടിച്ചേരിയിൽ ഞങ്ങൾ വേറെയും കുറേ സ്ഥലങ്ങൾ കാണാൻ പോയിരുന്നു. എല്ലാ രംഗങ്ങളും ഈ വീഡിയോയിൽ ചിത്രീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനിയും ഇതിൻ്റെ ഭാഗങ്ങളുമായി ഞാൻ വരുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.